ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകൃഷിയുടെ പുതിയ ഞാൻ പിന്നെയും വന്നു കേട്ടോ. ഇന്ന് ഞാൻ ഞങ്ങൾക്കൊരു പുതിയ സാധനം കാണിച്ചു തരാം. ഇത് കണ്ടവർ ഇത് അറിയാവുന്നവരുണ്ടാവും. ഇതാണ് കേട്ടോ ചോളത്തിൻ്റെ ചെടി. ഇതാണ് ചോളത്തിൻ്റെ പൂവ്. കായോടെ എല്ലാം ഉണ്ടാവുന്നത്. ഈ ചോളം നട്ടിരിക്കുന്ന ടെറസിൽ ഗ്രോ ബാഗിലാണ് കേട്ടോ. ഗ്രോ ബാഗിൽ നട്ടാലും ചോളം വളരും. ചോളം ഉണ്ടാവുന്നത് ഇലയുടെ തണ്ടിൻ്റെ നടുക്കാണ്. ചോളത്തിൻ്റെ കായ് പൊട്ടി വരുന്നതേ ഉള്ളൂ. ഇതുണ്ട്, ഇതിൻ്റെ മുകളിൽ എന്താ പറയുക, നൂല് പോലെ ഒരു കെട്ട് കാണാം. മുകളിലേക്ക് വരുന്നതോടും ഇങ്ങനെ ഈ ഭാഗങ്ങളിൽ ഇവിടെയെല്ലാം ചോളം ഉണ്ടായി വരും. ഇതിൻ്റെ ഇലകൾ നല്ല നീളത്തിലാണ്. തെങ്ങിൻ്റെ ഓല പോലെ നല്ല നീളമുണ്ട് ഇതിന്. വിരിയാൻ തുടങ്ങുന്ന ചോളത്തിൻ്റെ പൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, തെങ്ങിൻ്റെ പൂക്കുല പോലെ തന്നെയാണ് ഇതിൻ്റെയും പൂക്കുല. ഇതൊക്കെ നമ്മുടെ ചോളം വളർന്നു തുടങ്ങി. അതിൻ്റെ മുകളിലുള്ള ആ ഒരു നൂൽക്കെട്ട് പോലുള്ളൊരു സാധനം ഉണങ്ങി തുടങ്ങി. ഇത് സ്വീറ്റ് കോൺ ആണ്. ഇപ്പം നമുക്ക് ചോളം പറിച്ചു നോക്കാം. ഇതിനകത്ത് മണികളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഉള്ളത് നോക്കാം. നല്ല നൂലുകെട്ട് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കരിഞ്ഞു പോയിട്ടുണ്ട്. സാധാരണ പഴത്തൊലി പൊടിക്കുന്ന പോലെ തന്നെയാണ് ഇത് പൊടിക്കേണ്ടത്. ഇതുണ്ടോ, ഇത് പൊളിക്കുമ്പോൾ തന്നെ ഇതെങ്ങനെയാണ് കാണാറ്. ഇതുപോലൊരു ഈ ഭാഗം ഇച്ചിരി കൂടെ ആകാനുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇച്ചിരി കൂടെ നോക്കാനുണ്ട്. ഇത് സ്വീറ്റ് കോൺ ആണ്. ഇതിൻ്റെ മണികൾ പഴുത്ത് കഴിയുമ്പം നല്ല കടും മഞ്ഞ നിറമായിരിക്കും. അതുകൊണ്ടാണ് ഇത് പഴുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇതിന് ഒരു ലൈറ്റ് മഞ്ഞ നിറം വരുന്നത്. ഇത് പച്ചക്ക് എന്നാൽ നല്ല മധുരമാണ്.